വെൽക്കം ടു കാലറി 98. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ 1 വീക്ക് ഓഫ് കീറ്റോ എങ്ങനെ ഉണ്ടായിരുന്നു, വെയിറ്റ് ലോസിന് യൂസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കീറ്റോ ഡയറ്റിനെ പറ്റിയാണ്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ എല്ലാം ഷോർട്ടായിട്ടായിരിക്കും പറയുന്നത്. എന്തെങ്കിലും സ്കിപ്പ് ചെയ്താൽ പിന്നെ ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ ഫസ്റ്റ് നോർമൽ ഡയറ്റിൻ്റെ രീതികൾ പറയാം. നോർമൽ ഡയറ്റ്, ഒരു ഇന്ത്യൻ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു 50% കാർബോഹൈഡ്രേറ്റ് വരും, ബാക്കിയുള്ള 50% ഫാറ്റും പ്രോട്ടീനും ആയിട്ടൊക്കെ വരും. അപ്പോൾ അതിലെന്താണ് നടക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡി കാർബോഹൈഡ്രേറ്റ് യൂട്ടിലൈസ് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. അതിങ്ങനെ ഗ്ലൈക്കോജൻ സ്റ്റോഴ്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് നമ്മളെ ബോഡി ഈ ഗ്ലൈക്കോജൻ സ്റ്റോറിൽ നിന്നുള്ള ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്ത് എനർജി ആക്കും. ആ എനർജി ബോഡി മൊത്തത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കീറ്റോ ഡയറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഡയറ്റിൻ്റെ 75% ഫാറ്റ് ആയിരിക്കും, 5% വന്ന് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, ബാക്കി 20% വന്ന് പ്രോട്ടീൻ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ എടുക്കപ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ് മൊത്തത്തിൽ ഡിപ്ലീറ്റ് ആവും, കാണത്തില്ല. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തപ്പോൾ നമ്മുടെ ബോഡി ഇങ്ങനെ ആലോചിക്കുക, അടുത്ത എന്തോന്ന് ചെയ്യും, അടുത്ത എവിടെ നിന്ന് നമ്മൾ റിസോഴ്സ് എടുക്കുക, എനർജി എങ്ങനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെ ആ ഒരു ആലോചിക്കുന്ന ടൈം ഒരു 3 ദിവസം എടുക്കും. ആ ടൈമിൽ നമുക്ക് കുറച്ച് ഫ്ലൂവും തുമ്മലും പനിയും അങ്ങനെ പല പല അസുഖങ്ങൾ വരും. അതിനെ പറയുന്ന പേര് കീറ്റോ ഫ്ലൂ എന്നാണ്. നമുക്ക് ഉറക്കമില്ലായ്മ, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അങ്ങനെ ഒരു 3 ദിവസം കഴിയുമ്പോഴത്തേക്കുമായിരിക്കും ബോഡിക്ക് മനസ്സിലാവുന്നത്, ഇനി ഇവ എനർജി തരത്തില്ല, പണി പാളി, ഇപ്പോൾ ഇനി എനർജിക്ക് ഞാൻ വേറെ എന്തെങ്കിലും സോഴ്സ് കണ്ടുപിടിക്കണമെന്ന് ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാക്കും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് അങ്ങനെ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് കീറ്റോൺ ബോഡീസ് ആക്കും. ഈ കീറ്റോൺ ബോഡീസിനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്ത് പിന്നെ നമ്മുടെ ബോഡിക്കുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നെങ്കിലോ എന്ത് ചെയ്യുന്നെങ്കിലോ വർക്കൗട്ട് ചെയ്യുന്നെങ്കിലോ എല്ലാം നമ്മുടെ ബോഡിയുടെ ഫാറ്റാണ് അങ്ങനെ യൂട്ടിലൈസ് ആവുന്നത്. അതുകൊണ്ടാണ് ഈ കീറ്റോ ഡയറ്റ് ബെസ്റ്റ് എന്ന് പറയുന്നത്. ഈ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെയിറ്റ് ലോസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല. ഇത് സത്യത്തിൽ ഡോക്ടേഴ്സ് കണ്ടുപിടിച്ച ഒരു ടൈപ്പ് ഡയറ്റാണ്. ടൈപ്പ് 2 ഡയബറ്റീസ്, തൈറോയ്ഡ് ഫങ്ഷൻ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ഡയറ്റാണ്. പിന്നെ ഇത് ചെയ്തുകൂടാത്തവരും ഉണ്ട്. അതായത് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ വല്ല ഡയറ്റീഷ്യനോട് ചോദിച്ച് റെക്കമെൻഡേഷൻ മേടിച്ചിട്ടേ ചെയ്യാം. അല്ല നിങ്ങൾക്ക് വല്ല തൈറോയ്ഡ് പ്രോബ്ലംസോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലവും ഇല്ല, നിങ്ങൾക്കിത് ഫോളോ ചെയ്യാം. വെയിറ്റ് ലോസിനും എല്ലാത്തിനും ബെസ്റ്റ് ഐറ്റമാണ്. പിന്നെ എൻ്റെ ഒരു 2 വീക്സിലെ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാനെന്ന് പറഞ്ഞാൽ ഒരു 6 മാസം ഒരു ഫുള്ള് ഓയിലും ഒന്നും ഇല്ലാതെ ഡയറ്റാണ്. ഡയറക്റ്റായിട്ട് ഇത്രയും ഇത് ഫുള്ള് നമുക്കിതിൽ ഉള്ള ഫുഡ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, പാല്, ഫുൾ ഫാറ്റ് മിൽക്ക്, ചീസ്, ബട്ടർ, മുട്ട, ചിക്കൻ, ചോറ്, അതേപോലെ ചപ്പാത്തി, ഇതൊന്നും തൊടാൻ പറ്റത്തില്ല. സോ എന്നെ സംബന്ധിച്ച് ഇത്രയും ഓയിൽ ഒരുപാട് കഴിക്കുന്നുണ്ടായിരുന്നു. അത് പക്ഷെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു 3 kgs 8 ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹൈ ഫാറ്റ്, അതിൻ്റേതായ ഓയിലിൻ്റെ ഫേസ് ഓയിലിയായി, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് പോവാം. ഇത് നല്ല ഒരു ഹാർഡായിട്ടുള്ള ഡയറ്റാണ് എന്നെ സംബന്ധിച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഡയറ്റ്സ് കുറേ ടൈപ്പ് ഉണ്ട്. ഹൈ പ്രോട്ടീൻ, ലോ കാർബ്, ഹൈ കാർബ്, കീറ്റോ, പാലിയോ, അങ്ങനെ ഒരുപാട് ഡയറ്റ്സ് ഉണ്ട്. ഏത് ഡയറ്റ് ആണെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ കാലറീസ് നോക്കണം. നിങ്ങൾക്കൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാലറീസ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഒരു ലിങ്ക്. അത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. ആ ഒരു കാലറീസിൻ്റെ അകത്ത് ഡെഫിസിറ്റിൽ നിങ്ങൾ കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം കുറയുള്ളൂ. ഏത് ഡയറ്റ് ആണെങ്കിലും, കീറ്റോയിൽ കൊമ്പൊന്നുമില്ല. ഏത് ഡയറ്റ് ആണെങ്കിലും വണ്ണം കുറയണമെങ്കിൽ നിങ്ങൾ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരു കാലറീസ് ഉണ്ട്. അതിലും കുറവ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വണ്ണം കുറയത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് പറ്റാന്നുള്ള ഒരു മിസ്റ്റേക്ക്, ഈ നമ്മുടെ കാർബ്സ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇത് നിങ്ങൾ അറിയാതെ തന്നെ കാർബ്സ് കൂടിപ്പോവും. അത് കൂടാതിരിക്കാൻ ഒരു ട്രിക്കുണ്ട്, മൈ ഫിറ്റ്നസ് പോൾ. അത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മൈ ഫിറ്റ്നസ് പോളിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കാർബ്സ്, ഫാറ്റ്, പ്രോട്ടീന്. അപ്പോൾ നമുക്ക് ഒരു കണക്ക് വെക്കാം, ഒരു ദിവസം എത്ര കാർബ്സ്, എത്ര പ്രോട്ടീന്. അതെങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഷോർട്ടായിട്ട്. മൈ ഫിറ്റ്നസ് പോൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ഗോൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ കാലറീസ്, കാർബ്സ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഗോൾസ് അങ്ങനെ ഒരെണ്ണമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ, ഞാൻ ആദ്യം ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, 75 ഗ്രാംസ് ഇതേപോലെ സെറ്റ് ചെയ്താൽ മതി. 75 ഫാറ്റിന്, 20% പ്രോട്ടീനിന്, 5% വന്ന്
കാർബോഹൈഡ്രേറ്റ്. ഇത് ഡെയിലി ഹിറ്റ് ചെയ്യണം. ഇത് ബാക്കിയുള്ള ഡയറ്റ് പോലെയല്ല, ഈ കീറ്റോയിലുള്ള പ്രശ്നം. ഇപ്പോൾ ഈ കാർബ്സ് വന്ന് 5% മാറി നിങ്ങളിപ്പോൾ ഒരു 10 or 15 ആയിപ്പോയാൽ ഡയറ്റ് അവിടെ നിൽക്കും. പിന്നെ ഒന്നേം തുടങ്ങണം. അതാണ് ഈ കീറ്റോ വളരെ ടഫായിട്ടുള്ളതാണ്. അതിന് പകരം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോ കാർബ് ഡയറ്റൊക്കെ നോക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ ഈ കീറ്റോ എന്ന് പറയുന്നത് നമുക്ക് കുറേ റെസ്ട്രിക്റ്റീവ് ആണ്. ഇപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുന്നെങ്കിലും ഒന്നും കഴിക്കാൻ ഒക്കത്തില്ല, ചോറും കാര്യങ്ങളും ഒന്നും തൊടാക്കത്തില്ല. ആൻഡ് ഫൈനലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് ഡയറ്റ് വേണോ ഫോളോ ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതേപോലെ കാർബ്സ് കട്ട് ചെയ്യുന്നത്, ഫാറ്റ് കട്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഒരുപാട് നാളത്തേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു ഷോർട്ട് പീരീഡ്, ഒരു മാക്സിമം പോയാൽ 7 to 8 months അത്ര എടുക്കാവും. കാര്യം നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം ആവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ച് കീറ്റോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ വൈറ്റമിൻസ്, മിനറൽസും ഉള്ള ഒന്നും കഴിക്കാൻ വെക്കുന്നില്ല. വെജിറ്റബിൾസ് നേരെ കഴിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് അതിനുണ്ട്. വെയിറ്റ് ലോസ് നടക്കുന്നുണ്ട്. ബട്ട് അതിനനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വേറെയും ഡെഫിഷ്യൻസി വന്നിട്ട്, അസുഖം വന്നിട്ട് നമ്മൾ വണ്ണം കുറച്ചൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡയറ്റ് എടുക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു 6 മാസമോ 7 മാസമോ എടുത്തോ. ഒരു വർഷമൊക്കെ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബെറ്റർ ഇടയ്ക്ക് കുറച്ച് കാർബ്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.